യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ വളരെ അത്ഭുതകരമായ ഒരു വിഷയമാണ്. മറ്റൊന്നുമായിട്ടും തുലനം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയമാണ്. മനുഷ്യാവതാരത്തിൽ ദൈവം മനുഷ്യനായി മാറുകയോ മനുഷ്യൻ ദൈവമായി തീരുകയോ ചെയ്തില്ല. അത് മാത്രമല്ല, മനുഷ്യപ്രകൃതിക്ക് ദിവ്യത്വം ആരോപിക്കുകയോ ദൈവപ്രകൃതിക്ക് മനുഷ്യത്വം സങ്കല്പിക്കുകയോ അല്ല. നമ്മുടെ രാജ്യത്ത് തന്നെ അനേക തരത്തിൽ അവതാരം എന്നുള്ള വാക്ക് നാം കേട്ടിട്ടുണ്ട്. അവതാര പുരുഷൻ, അവതാരം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള മതങ്ങളിൽ കാണുന്നത് പോലെ ദേവന്മാർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതോ ദേവന്മാരുടെ സന്തതിയായിട്ട് ജനിക്കുന്നതോ അല്ല യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഇത് വളരെ ആഴമേറിയതും മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ളതുമായൊരു വിഷയമാണ്. ഇതിന്റെ മറ്റു വശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ ദൈവദാസന്മാര് മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർപ്പിക്കും. എന്നാൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കൊണ്ട് വിശദീകരിച്ച് തീർക്കാൻ കഴിയാത്ത ഒരു വിഷയമാണിത്. ഇതൊരു അത്ഭുത വിഷയമാണ്. മാത്രമല്ല, മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള വിഷയവുമാണ്. എന്നാൽ നമുക്കുള്ള സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരന് മനസ്സിലാകുന്ന നിലയിൽ ഈ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാനാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ മറ്റു മതങ്ങളിൽ കാണുന്ന പോലെ ദേവന്മാർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ദേവസന്തതിയായിട്ട് ജനിക്കുന്നതോ അല്ല മനുഷ്യാവതാരം എന്ന് പറയുന്നത്. എന്താണ് മനുഷ്യാവതാരം? തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു, ദൈവപുത്രൻ, തന്റെ ദൈവ സ്വഭാവത്തിന് മാറ്റം വരാതെ മനുഷ്യ സ്വഭാവത്തെ കൂടെ തന്റേതായി സ്വീകരിച്ച് ശിശുവായി സ്ത്രീയിൽ നിന്ന് ജനിച്ചതാണ് മനുഷ്യാവതാരം. ഞാനതൊന്നുകൂടെ പറയട്ടെ. തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രൻ ക്രിസ്തു തന്റെ ദൈവ സ്വഭാവത്തിന് മാറ്റം വരാതെ ദൈവ സ്വഭാവത്തോടൊപ്പം മനുഷ്യ സ്വഭാവത്തെ കൂടെ തന്റേതായി സ്വീകരിച്ച് ശിശുവായി സ്ത്രീയിൽ നിന്ന് ജനിച്ചതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. സാധാരണ ഇംഗ്ലീഷിൽ ഇൻകാർണേഷൻ എന്നൊരു വാക്കാണ് മനുഷ്യാവതാരത്തിന് ഉപയോഗിക്കുന്നത്. ആ വാക്കിന്റെ അക്ഷരാർത്ഥം ശരീരം ധരിക്കൽ, ജഡം ധരിക്കുക, ജഡധാരണം എന്ന. ഈ ലോകത്തിൽ 4 നിലയിൽ മനുഷ്യരുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഏതൊക്കെയാണ് 4 നിലയിൽ മനുഷ്യരുണ്ടായത്? ഈ ലോകത്തിലേക്ക് 4 നിലയിൽ മനുഷ്യർ പ്രവേശിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവം നേരിട്ട് ഉണ്ടാക്കിയത്, സ്ത്രീ പുരുഷ ബന്ധമൊന്നും കൂടാതെ ദൈവം നേരിട്ടുണ്ടാക്കിയത്, അത് ആദാം. 2, സ്ത്രീയെ കൂടാതെ പുരുഷനിൽ നിന്ന് മാത്രമായിട്ട് ഉണ്ടായത്, അത് ഹൗവ. അവിടെ സ്ത്രീയില്ല, പുരുഷനിൽ നിന്ന് ഹൗവ ഉണ്ടായി. 3, സാധാരണഗതിയിൽ എല്ലാവരും ഈ ലോകത്തിൽ ജനിക്കുന്നത് പോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടെയുള്ളതായ നോർമൽ ബർത്ത്, സാധാരണ ജനനം. 4, പുരുഷബന്ധം കൂടാതെ സ്ത്രീയിൽ നിന്ന് മാത്രമായി ക്രിസ്തു ജനിച്ചത് പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ 4 നിലയിൽ ഈ ലോകത്തിൽ മനുഷ്യർ പ്രവേശിച്ചിട്ടുണ്ട്. 1, സ്ത്രീയോ പുരുഷനോ ഇല്ലാതെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചത് ആദാം. 2, സ്ത്രീയെ കൂടാതെ പുരുഷനിൽ നിന്ന് മാത്രമായി ദൈവം ഉളവാക്കിയത് ഹൗവ. 3, സാധാരണ മനുഷ്യർ ജനിക്കുന്ന പോലെ സ്ത്രീ പുരുഷന്മാരിൽ നിന്നുള്ള ജനനം. 4, പുരുഷബന്ധം കൂടാതെ സ്ത്രീയിൽ നിന്ന് മാത്രമായി പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവത്താലുള്ള പ്രത്യേക ജനനം, അതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ അത്ഭുത ജനനങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ജനനം, അതുപോലെ വേദപുസ്തകത്തിൽ മറ്റു പലരുടെ ജനനം. ഒരിക്കലും ഗർഭം ധരിക്കയില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ത്രീകളിൽ നിന്ന് വളരെ വാർദ്ധക്യത്തിൽ തന്നെ അത്ഭുതകരമായിട്ട് ജനനമുണ്ടായതായിട്ട് വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. അത്ഭുത ജനനങ്ങൾ പലതുണ്ടായിട്ടുണ്ടെങ്കിലും അത്ഭുത ജനനങ്ങളെല്ലാം കന്യകാജനനമല്ല. കന്യകാജനനം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ആ കന്യകാജനനം അത്ഭുത ജനനമായിരുന്നു താനും. അത്ഭുത ജനനങ്ങൾ പലതുണ്ട്, പക്ഷേ അത്ഭുത ജനനമെല്ലാം കന്യകാജനനമല്ല. കന്യകാജനനം ഒന്നേ ഉള്ളൂ, അത് അത്ഭുത ജനനമായിരുന്നു താനും. ഈ ലോകത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്വം വെടിഞ്ഞ് മനുഷ്യനായി വന്നു എന്നല്ല അതിന്റെ ആശയം. അതുകൊണ്ടാണ് ആദ്യം മനുഷ്യാവതാരം എന്താണെന്ന് പറഞ്ഞപ്പോൾ
ദൈവപുത്രൻ തന്റെ ദൈവസ്വഭാവത്തിന് മാറ്റം വരാതെ തന്റെ ദൈവസ്വഭാവത്തോട് കൂടി മനുഷ്യ സ്വഭാവത്തെ കൂടെ എടുത്തു എന്ന് പറഞ്ഞത്. പല ആളുകളും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നത് യേശുക്രിസ്തു ദൈവമാണ്. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ he ceased to be God. അവൻ ദൈവമല്ലാതായി തീർന്നു, അവൻ മനുഷ്യനായി എന്നാണ്. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത് അബദ്ധ ഉപദേശമാണ്. യേശുക്രിസ്തു ദൈവമാണ്, അവൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നപ്പോൾ തന്റെ ദൈവത്വം മാറ്റിവെച്ചിട്ടല്ല മനുഷ്യനായി ഈ ലോകത്തിൽ വന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം ക്രൈസ്തവർക്കെല്ലാം തന്നെ പരിചയമുള്ള ഒരു ഭാഗമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും നല്ല ക്രിസ്തു ശാസ്ത്ര വേദഭാഗം ക്രിസ്റ്റോളജിക്കൽ പാസേജ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന് പറഞ്ഞ് ദീർഘമായി യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഉയർപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൻ ദൈവമായിരിക്കെ തന്നെ മനുഷ്യനായി എന്നുള്ളതാണ്. ദൈവത്വം വെടിഞ്ഞ മനുഷ്യനായതല്ല. തന്നെത്താൻ ഒന്ന് ഒഴിച്ചു എന്ന് പറയുന്നത് അവൻ ദൈവത്വം ഒഴിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ദൈവത്വത്തോടു കൂടെയുള്ളതായ ബാഹ്യമായ മഹത്വം ഒഴിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ he did not give up his deity, he gave up only the external glory or the pomp and splendor of deity. ഇത് വളരെ ശരിയായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ദൈവം മനുഷ്യനായി വന്നു എന്നുള്ളതാണ്. അല്ല, മനുഷ്യാവതാരം എന്ന് പറയുന്നത് ദൈവം ദൈവത്വമെല്ലാം കളഞ്ഞ് മനുഷ്യനായി വന്നതല്ല. അവൻ ദൈവമായിരിക്കെ തന്നെ ദൈവത്വത്തോടുകൂടെ ദൈവത്വത്തിന് മാറ്റം വരാതെ മനുഷ്യത്വം കൂടെ എടുത്ത് ഈ ലോകത്തിൽ വന്നു. അവൻ ദൈവ മനുഷ്യനായി, ഗോഡ് മാൻ ആയി ഈ ലോകത്തിൽ ജീവിച്ചു. അതാണ് മനുഷ്യാവതാരത്തിന്റെ പൊരുൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യാവതാരത്തിൽ ദൈവം മനുഷ്യനായില്ല, മനുഷ്യൻ കേവലം ദൈവമായി വ്യത്യാസപ്പെടുകയും ചെയ്തില്ല. മനുഷ്യ പ്രകൃതിക്ക് ദിവ്യത്വം ആരോപിച്ചതല്ല, ദൈവപ്രകൃതിക്ക് മനുഷ്യത്വം സങ്കല്പിച്ചതുമല്ല. മറ്റു മതങ്ങളിൽ കാണുന്ന പോലെ ദേവന്മാരുടെ സന്തതിയായിട്ട് ജനിക്കുകയോ ദേവന്മാർ മനുഷ്യരായി പിറക്കുകയോ ചെയ്തതല്ല. മനുഷ്യ ശരീരം, ദേഹം, ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ്, ഇവ ദൈവപുത്രൻ തന്റേതായി സ്വീകരിച്ചു. അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 33 വർഷം ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു എന്നല്ല, അവൻ നിത്യത മുഴുവൻ അങ്ങനെ തുടരത്തക്കവണ്ണം മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു എന്നുള്ളത് അത്ഭുതകരമായ ഒരു വിഷയമാണ്. അവൻ മനുഷ്യത്വം സ്വീകരിച്ചത് 33 വർഷത്തോളം മാത്രമല്ല. നാം പുതിയ നിയമലേഖനത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ മധ്യസ്ഥനായ കർത്താവിനെ കുറിച്ച്, മനുഷ്യനായ ക്രിസ്തുയേശു. അപ്പോൾ വളരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ളതും ഒരുപക്ഷെ ഗ്രഹിക്കാൻ അല്പം പ്രയാസമുള്ളതും ഇത് ഇന്നതുപോലെയാണ് എന്ന് പറഞ്ഞ് ഉദാഹരണ സഹിതം തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാര്യമാണ് മനുഷ്യാവതാരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. യേശുക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനായിരിക്കെ തന്നെ ദൈവത്വം ഉപേക്ഷിക്കാതെ ദൈവത്വത്തോട് ചേർന്ന് മനുഷ്യത്വം കൂടെ സ്വീകരിച്ച് എന്നും അങ്ങനെ ഇരിക്കത്തക്കവണ്ണം ഈ ലോകത്തിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. അതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. മനുഷ്യാവതാരത്തിൽ പുത്രൻ വേറൊരു മനുഷ്യനെ തന്നിലേക്ക് ആവഹിച്ചില്ല. അതുകൊണ്ട് തൃത്വത്തിന്റെ ഘടനയ്ക്ക് യാതൊരു മാറ്റവും വന്നില്ല. വേറൊരു പുരുഷനെ അല്ലെങ്കിൽ വേറൊരു മനുഷ്യനെ തന്നിലേക്ക് ആവഹിച്ചില്ല. പ്രത്യുത മനുഷ്യ പ്രകൃതി അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജഡധാരണത്തിന് മുൻപ് നമ്മുടെ കർത്താവിന് ദൈവീക ബോധം മാത്രമാണ് ഉണ്ടായിരുന്നത് കാരണം അവൻ ദൈവം മാത്രമായിരുന്നു. എന്നാൽ മനുഷ്യാവതാരം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവന് ദൈവത്തെ പോലെയും മനുഷ്യനെ പോലെയും ചിന്തിക്കുവാനുള്ളതായ കഴിവ് ലഭിച്ചു. ദൈവത്വം, മനുഷ്യത്വം, ഈ രണ്ട് സ്വഭാവങ്ങൾ പുത്രൻ എന്ന ഏക ആളിൽ ഒരുമിച്ച് ചേർന്നു. ആളൊന്നാണ്, പക്ഷേ സാരാംശം അഥവാ സ്വഭാവം രണ്ടാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ വളരെ അത്ഭുതകരമായ നിലയിൽ
മറ്റൊന്നുമായിട്ടും തുലനം ചെയ്യാൻ കഴിയാത്ത നിലയിൽ ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്വത്തോട് ചേർന്ന് മനുഷ്യത്വം കൂടെ സ്വീകരിച്ച് ഈ ലോകത്തിൽ സ്ത്രീയിൽ നിന്ന് നമ്മുടെ കർത്താവ് ജനിച്ചു. അതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുൻപ് തന്നെ സ്ഥിതി ചെയ്തിരുന്നവനാണ്, എക്സിസ്റ്റ് ചെയ്തവനാണ് എന്നുള്ള സത്യമാണ് നാം കേട്ടത്. അത് പഠിപ്പിച്ച ദൈവത്തിന്റെ ദാസൻ ഒരു കാര്യം അതിനിടയ്ക്ക് പ്രത്യേകം എടുത്ത് പറയുകയുണ്ടായി. കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ അനേകവട്ടം തന്നെ കുറിച്ച് വന്നു എന്നുള്ള വാക്ക് ഉപയോഗിച്ച കാര്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അതുപോലെ ലൂക്കോസ് 19 കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്, ജനിച്ചത് എന്നല്ല. മർക്കോസ് 10:45 മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനും ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് ജനിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനിച്ചു എന്ന് പറയുന്ന ഉടനെ തന്നെ താഴെ നിങ്ങൾ വായിച്ചാൽ ഉടനെ ഒരു വാചകം കൂട്ടിച്ചേർത്തത് എന്താണെന്നറിയാമോ? വന്നു എന്നുള്ള കാര്യം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു വരവായിരുന്നു. നമ്മുടെ ആരുടെയും ജനനം, ലോകത്തിൽ വേറെ ആരുടെയും ജനനം വരവല്ല. കാരണം നാം ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപ് നാം ആരും ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി ഗുജറാത്തിലെ പോർബന്തറിൽ വന്നുവെന്ന് ആരും പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല. നമ്മൾ ആരും അങ്ങനെ പറയുകയുമില്ല. ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു എന്നേ പറയൂ. കാരണം അതിനു മുൻപ് മഹാത്മാഗാന്ധി എന്നൊരാളില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഉള്ള ഒരുവനാണവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഇന്നലെ രാത്രി സഹോദരനത് ഓർപ്പിച്ചെന്ന് വിചാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഉള്ള സ്ഥിതി ചെയ്തിരുന്ന ദൈവപുത്രൻ മനുഷ്യത്വം കൂടെ എടുത്തു വന്നതാണ്. ഈ ലോകത്തിൽ നാം ആരും നേരത്തെ സ്ഥിതി ചെയ്തിരുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ കുറച്ചു നാൾ നാം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് നേരത്തെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. ഈ ലോകത്തിൽ പിറക്കുമ്പോൾ മുതലാണ് നമ്മുടെ അസ്തിത്വം അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് തുടങ്ങുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ പിറന്നപ്പോഴല്ല അവന്റെ ആരംഭം. അവൻ ആരംഭമില്ല, ആദ്യം മുതലേ ഉള്ളവനാണ്. ആദ്യം മുതൽ സ്വർഗത്തിൽ സ്ഥിതി ചെയ്തവനാണ്. അവൻ തന്റെ ദൈവത്വത്തോടൊപ്പം മനുഷ്യത്വം കൂടെ എടുത്ത് സ്ത്രീയിൽ നിന്ന് ജനിച്ച ഈ ലോകത്തിൽ വന്നു. അതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. മനുഷ്യാവതാരം എന്തിനു വേണ്ടിയാ? എന്തിനാണ് ഇങ്ങനെ വളരെ നിസ്തുല്യമായ നിലയിൽ, പ്രത്യേകമായ നിലയിൽ മനുഷ്യനായി അവൻ അവതരിച്ചത്? വേദപുസ്തകം നാം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമം നാം വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് അനേക ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ, വായ്, എന്തുകൊണ്ട് ദൈവം മനുഷ്യനാകേണ്ടി വന്നു, എന്തിന് അവൻ മനുഷ്യനായി വന്നു എന്ന് അനേക കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാരണങ്ങൾ ഓരോന്നും വളരെ വിശദമായിട്ട് ചിന്തിക്കുക നമുക്ക് സാധ്യമല്ല. കാരണം മനുഷ്യാവതാരം എന്നുള്ളതിനോട് ചേർന്ന് കന്യകാജനത്തെ കുറിച്ച് കൂടെ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം 1 മണിക്കൂറിനുള്ളിൽ സാധിക്കണമല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശങ്ങൾ ഓരോന്നോരോന്ന് വളരെ വിവരിക്കുന്നില്ല. ഇത് പെട്ടെന്ന് ഓടിച്ച് ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, രക്ഷകൻ എന്നാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടേണം. യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി വന്നതിന്റെ ഉദ്ദേശം മനുഷ്യവർഗത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. ക്രിസ്മസ് ചില ദിവസങ്ങൾക്ക് ശേഷം വരാനായിട്ട് പോകുകയാണ്. ലോകമെങ്ങുമുള്ള സകല മനുഷ്യരും ജാതിമത വ്യത്യാസമെന്നേ തന്നെ ഒരളവിൽ ആ കാര്യം ഓർക്കുന്ന ഒരു മാസത്തിലേക്കാണ് നാം ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. യേശുക്രിസ്തു ജനിച്ച ആ സന്ദർഭത്തിൽ ആട്ടിടയന്മാർ വെളിയിൽ ആടുകളെ കാത്തുകൊണ്ട് കിടന്നു എന്ന് നാം വായിക്കുന്നു. അവരോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറഞ്ഞ ഒരു കാര്യം ലൂക്കോസ് 2-ന്റെ 10-ാമത്തെ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. എന്താണ്